ഹായ് ഗൈസ്, മാർക്കറ്റ് മേസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു. എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണെന്ന് പറയാൻ കാരണം, അതുപോലെ തന്നെ ഞാൻ ഈ മാർക്കറ്റിൽ നിന്ന്, ഈ ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും കാണണം. അപ്പോൾ ഞാൻ ഈ ഡൗൺ ട്രെൻഡ് എങ്ങനെ സ്പോട്ട് ചെയ്തു, ബ്രെഡ്ത്ത് അനാലിസിസ് എങ്ങനെ ചെയ്തു, അതുപോലെ തന്നെ ഇൻഡെക്സ് അനാലിസിസ് ഞാൻ എങ്ങനെ ചെയ്തതെന്നൊക്കെ ഞാൻ ആ വീഡിയോസിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസൈറ്റ്സ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അതെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് തന്നെ നമ്മുടെ അനാലിസിസ് തുടങ്ങാം. സോ നിഫ്റ്റി ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടൊരു വയലൻറ്റ് മൂവ് ആയിട്ടാണ് ബ്രേക്ക് ചെയ്തതിന് ശേഷം കഴിഞ്ഞ 4-5 ദിവസമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അതിനുശേഷം ഇന്ന് നല്ല ഒരു സ്ട്രോങ് ക്യാൻഡിൽ താഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ ഒരു ലെവലിലൊക്കെ ഒരു ടെസ്റ്റ് വരുവാണെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ ബൗൺസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു വൺ സൈഡ് വി ഷേപ്പ് മൂവ് ആണ് താഴത്തേക്ക് നമുക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചെറിയൊരു ബൗൺസ് തന്നിട്ട് ചിലപ്പോൾ താഴത്തേക്ക് പോകും, മുകളിലേക്ക് പോകും, അത് നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു ലെവലിൽ നമുക്കൊരു ബൗൺസ് തരാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി ഇവിടെ നല്ല സ്ട്രോങ് വലിയ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലായിട്ട് നമുക്ക് മുകളിലേക്ക് പോയതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ബയേഴ്സ് ഉണ്ട്, ഈ ഒരു ലെവലിൽ ബയേഴ്സ് ഉണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ലെവലിൽ വന്ന് ചെറിയൊരു ബൈ പ്രതീക്ഷിക്കാം. പക്ഷേ റൈറ്റ് നൗ ഒരു ബെയറിഷ്നെസ് ആണ് കാണുന്നത്. എനിക്കും ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോകുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് കുറച്ചും കൂടെ താഴെ വന്ന് ഇവിടെ ഒന്ന് സസ്റ്റെയിൻ, ഇവിടെ ഒന്ന് ജസ്റ്റ് റിജക്ഷനൊക്കെ തന്ന് മുകളിലേക്ക് പോകുമായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു മൂവ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് കൂടുതൽ അങ്ങനെ പറയാൻ കാരണം നമ്മൾ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിലേക്ക് പോകുമ്പോഴാണ്. കാരണം സി എൻ എക്സ് നമ്മളിവിടെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു മൂവ് മുകളിലേക്ക് വന്നു, തിരിച്ച് നല്ലൊരു മൂവ് താഴത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു സപ്പോർട്ട് ലെവൽ ഉണ്ട് ഇവിടെ. ഈ ഒരു ഗ്യാപ്പ് ഫില്ലാവാതെ കിടക്കുന്ന ഗ്യാപ്പ് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. ഇത് കഴിഞ്ഞ 1, 2, 3, 4 ദിവസമായിട്ടും 5-ാം ദിവസം ഇന്നും നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആണ് മൊത്തം കാണുന്നത്. നമുക്ക് വളരെ സ്ട്രോങ് മൂവ് താഴത്തേക്ക് വന്നു. പക്ഷേ ഈ ലെവലിൽ നല്ല രീതിയിൽ ബൈയിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സെല്ലിങ് വരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ബുൾസ് ആൻഡ് ബേഴ്സ് ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയേണ്ടി വരും ഈ ലെവലിൽ. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്താൽ ഒരു ബുള്ളിഷ് റണ്ണും, അതായത് ഇവിടെ നിന്ന് ഈ ഒരു ലോയും ഈ ഒരു ഹൈയും ഈ ഒരു ലോയും ഈ ഒരു ഹൈയും ഈ ഒരു ലോയും ഇതിൻ്റെ മുകളിലേക്ക് എങ്ങോട്ട് വരുന്ന ബ്രേക്ക്ഔട്ട് അങ്ങോട്ടൊരു നല്ലൊരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പോയിട്ട് വീണ്ടും ഒരു ബ്രേക്ക്ഔട്ട് താഴത്തേക്ക് വന്ന് പിന്നെ ഒരു മൂവ് മുകളിലേക്ക് കയറുന്നതാണ്. കാരണം അപ്പോൾ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ ഓവർ സോൾഡ് ആയി കാണും. ഒന്നും കൂടെ താഴത്തേക്ക് ഒരു ബ്രേക്ക് ഡൗൺ വരികയാണെങ്കിൽ അവിടെ നിന്ന് പിന്നെ ഒരു അപ്പ് മൂവ്, വളരെയധികം അപ്പ് മൂവുള്ള പ്രോബബിലിറ്റി കൂടുന്നതായിരിക്കും. പക്ഷേ റൈറ്റ് നൗ നമുക്ക് ഒബ്വിയസ്ലി ഇപ്പോൾ നാളെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇത് ട്രൈ ചെയ്യും. 3-4 ദിവസത്തേക്കുള്ള ബ്രേക്ക് ഔട്ടിൽ ഇപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ 3-4 ദിവസത്തിനുള്ളിൽ പറ്റുന്നത്ര പ്രോഫിറ്റ്സ് എടുത്ത് ബാക്കി ട്രയൽ ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനാരിയോ ആണ് ഞാൻ പറയുന്നത്. നേരെ ഒന്നും കൂടെ താഴത്തേക്ക് ഒരു ബ്രേക്ക് ഡൗൺ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് ഒരു മൂവ് വരുമ്പോൾ കുറച്ചും കൂടെ സസ്റ്റെയിൻ ചെയ്യാൻ കുറച്ചും കൂടെ സമയം കൂടുതൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ പറയുന്ന പോലെ നാളെ ചിലപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് വന്നേക്കാം. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഒരു ട്രേഡ്സ് ഒന്നും എടുക്കാൻ പറ്റിയ ഒരു കണ്ടീഷനല്ല. പക്ഷേ നാളെ ബ്രേക്ക് ഔട്ട് വന്നാൽ ഡെഫിനറ്റ്ലി ഞാൻ ട്രൈ ചെയ്യും, വിത്ത് ഒബ്വിയസ്ലി പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് പൊസിഷൻ സൈസിങ്. അപ്പോൾ ഞാൻ അവിടെ ട്രൈ ചെയ്ത് വർക്ക് ആവാനുള്ള പ്രോബിലിറ്റി കുറവാണെന്ന് അറിഞ്ഞാലും ഞാൻ ട്രൈ ചെയ്യും. കാരണം ഞാൻ ഇവിടെ നിന്ന് അനലൈസ് ചെയ്ത് പറയുന്നതല്ലല്ലോ മാർക്കറ്റ് ചെയ്യുക ഇപ്പോഴും. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ ഒരു ട്രൈ ചെയ്യും. അഥവാ വർക്ക് ചെയ്ത് ഈ ലെവലിലൊക്കെ ഒന്നും കൂടെ മാർക്കറ്റ് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത ട്രേഡ്സിൽ കുറച്ച് പ്രോഫിറ്റ്സ് കാണിക്കും. പക്ഷേ അതിന് പകരം ഒന്ന് ചെറുതായിട്ട് മുകളിലേക്ക് പോയിട്ട് വീണ്ടും ഒരു ബ്രേക്ക് ഡൗൺ ആണ് തരുന്നെങ്കിൽ ബെസ്റ്റ് കേസ് സിനാരിയോ ആയിരിക്കും ഞാൻ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് ഇവിടുന്ന് ബൈ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സിൻ്റെ അനാലിസിസ്. നമുക്ക് ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോകാം. സോ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് വരുവാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് ഇപ്പോൾ 20 EMA ഇവിടെ നോക്കുകയാണെങ്കിൽ സെയിം തിങ് ഇൻഡെക്സ് കണ്ട അതേ ഒരു കേസ് സിനാരിയാണ് കാണുന്നത്. 23-ാം തീയതിക്ക് ശേഷം വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല, സെയിം ലെവലിലാണ്. ബിറ്റ്വീൻ 25 to
30%-ഇടയിൽ തന്നെ നമ്മൾ ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ചെറിയ കൺസോൾട്ടേഷൻ വരുന്നുണ്ട്, സെല്ലിംഗ് നിന്നിട്ടുണ്ട്, സെല്ലിംഗ് നിന്നും ചെറിയ ബയേഴ്സ് വന്ന് തുടങ്ങി, ബൈയിങ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് 28% ഇവിടെ 25% ഒരു ചെറിയൊരു മൂവ് താഴത്തേക്ക് വരും. ഒറ്റ ദിവസത്തെ ഒരു ഡിപ്പ് കിട്ടുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് 20-ലേക്ക് എത്തും. 20-ലേക്ക് വന്നാൽ ഒബ്വിയസ്ലി അത് ഓവർ സോൾഡ് സോണിലേക്ക് എത്തി. അപ്പോൾ അവിടെ കുറച്ചും കൂടെ പ്രോബബിലിറ്റി കൂടുതലാണ് നമുക്ക് നല്ലൊരു ബൗൺസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെയും പറഞ്ഞത്, ഇവിടെ നിന്ന് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സിൽ ചെറിയൊരു സെല്ലിംഗ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അഗ്രസീവായി ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരും. കാരണം ഇവിടെ ഓവർ സോൾഡ് സോണിലേക്ക് നമ്മൾ എത്തും. ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് സ്റ്റോക്സ് ഇപ്പോൾ 50 EMA നോക്കുവാണെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ ഓൾറെഡി തന്നിട്ടുണ്ട്. അതൊന്നും കൂടെ സസ്റ്റെയിൻ ആവും. ഈ 20-ലേക്ക് അല്ലെങ്കിൽ ബിലോ 25-ലേക്ക് പോയാൽ ഒന്നും കൂടെ നല്ലതാണെന്ന് ഞാൻ പറയും. പക്ഷേ ഈ ഒരു 27%, ഒരു 35% ലെവൽ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്യണം മറ്റന്നാളത്തെ ഒരു മൂവിൽ നിന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ വീണ്ടും ബുള്ളിഷ് ട്രേഡ്സ് എടുത്തു തുടങ്ങും. പക്ഷേ കുറച്ചും കൂടെ കോഷ്യസ് ആയിരിക്കും എന്ന് മാത്രം. പക്ഷേ ട്രേഡ്സ് എല്ലാം ഞാൻ എടുക്കും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനാരിയോ ആണ് ഞാൻ പറഞ്ഞത്, ഒന്നും കൂടെ ബേരിഷായിട്ട് ഓവർ സോൾഡ് സോണിലേക്ക് എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊരു അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു ജമ്പെങ്കിലും കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോ. അപ്പോൾ ഈ റൈറ്റ് നൗ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനാണ് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ്സ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ ഈ ട്രേഡ് എടുക്കാനുള്ള നല്ലൊരു മാർക്കറ്റ് എൻവിറോൺമെൻറ്റ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ വന്ന് അറിയിക്കുന്നതായിരിക്കും, ഈ ചാനലിലൂടെ വന്ന് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക. എല്ലാ മാർക്കറ്റ് അപ്ഡേറ്റ്സും ഞാൻ ഇവിടെ ക്രിട്ടിക്കലായിട്ട് എനിക്ക് തോന്നുന്ന മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഞാൻ അന്നത്തെ ദിവസത്തിൽ വന്ന് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ആർക്കെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ട്രേഡിങ്ങിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ അവർക്ക് സജസ്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ചാനലിൽ ഒരുപാട് ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോസും സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ ഗെയിം അല്ലെങ്കിൽ ട്രേഡിംഗ് ഗെയിം ഒന്നും കൂടെ മെച്ചപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. So thank you for watching. Happy trading and happy investing.